നമസ്കാരം. ഔർ ടി വി 24/7 ഷെയ്ഖ് ഹംദാൻ അവാർഡ് 3 പ്രാവശ്യം കിട്ടിയ അനുപമയോടൊപ്പമാണ് ഞാനുള്ളത്. നമസ്കാരം മോളെ. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ആസ് എ മലയാളി നമുക്ക് പ്രൗഡായിട്ടാണ് തോന്നിയത്. മോള് 3ാമതും ഈ അവാർഡ് അച്ചീവ് ചെയ്തു എന്നുള്ളത്. ഇവിടെ ഗൾഫിലാണ് മോള് പഠിച്ചത് അല്ലേ? അതെ അതെ. ഏത് സ്കൂളിലായിരുന്നു? ഞാൻ ജംസ് മിലേനിയം സ്കൂൾ ഷാർജയിലാണ് പഠിച്ചത്. KG2 തൊട്ട് ഗ്രേഡ് 12 ഈ കൊല്ലം ഗ്രാജുവേറ്റ് ചെയ്തു. ഓക്കെ. എങ്ങനെയാണ് മോൾക്ക് ഈ ഫസ്റ്റ്, ഇതിപ്പോൾ 3 പ്രാവശ്യം കിട്ടിയിരിക്കുന്നു, ഫസ്റ്റ് എങ്ങനെയായിരുന്നു ഈ അവാർഡിലേക്ക് മോൾ എത്തിയത്? ഫസ്റ്റ് അവാർഡിലേക്ക് എത്തിയത് എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ ഈ ടാലൻസ് ഒക്കെ എൻ്റെ അച്ഛനമ്മമാരും അമ്മമ്മയും എല്ലാവരുമാണ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ആ സമയം തൊട്ട് എനിക്ക് സിംഗിങ് ആയാലും ഡാൻസിങ് ആയാലും സ്പീക്കിംഗ് ആയാലും പിന്നെ സ്കേറ്റിങ്, ഇന്നോവേഷൻ ഇതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് എൻ്റെ പാരൻസും ഫാമിലിയൊക്കെ പുഷ് ചെയ്തിട്ട് പിന്നെ നല്ല സ്കൂൾ എൻവയൺമെൻറ്റും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ആ എൻവയൺമെൻറ്റിൽ എനിക്ക് ഇങ്ങനത്തെ അവാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് ഫസ്റ്റ് അവാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് എൻ്റെ എക്സ്ട്രാ കരിക്കുലേഴ്സിലും കൂടെ അക്കാഡമിക്സും വേണം. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അപ്ലൈ ചെയ്തത് ഗ്രേഡ് 5ലാണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് 5ഉം 4ഉം 3ഉം ഉള്ള ഇയേഴ്സിൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് അവാർഡ് കിട്ടിയത്. 5th പഠിക്കുമ്പോൾ കിട്ടി. അതെ. ഫസ്റ്റ് ഈ അവാർഡ് ഇങ്ങനെ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഒരു മനസ്സിലുള്ള? അത് പറയാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു. എൻ്റെ സ്കൂളിൽ ഓൾമോസ്റ്റ് ഒരു 2-3 കുട്ടികൾക്ക് ആ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് കിട്ടുക എന്ന് ഇത്ര ചെറിയ പ്രായത്തിൽ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞ് പിന്നെ 2ാമത് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ എൻ്റെ? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും 8ാം ക്ലാസ്സിലായപ്പോഴേക്കും വീണ്ടും ഇത് ചെയ്തു. അപ്പോഴും എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ? ഇത് സെയിം ആണോ അതോ എന്തെങ്കിലും? ക്രൈറ്റീരിയ ഇത് സെയിം തന്നെയാണ്. പക്ഷേ എല്ലാ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴും ഈ കൂടുതൽ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ വേണം, പിന്നെ അക്കാഡമിക്സ് വേണം, എക്സ്ട്രാ കരിക്കുലേഴ്സ് വേണം, എല്ലാത്തിനും ഈക്വൽ ഫോക്കസ് ആയിട്ടാണ്. ഈ അടുത്താണ് ഈ ഹംദാൻ അവാർഡിൻ്റെ ഫോം ഒക്കെ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഈ ലാസ്റ്റ് ടൈം വിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒക്കെ ഓൾമോസ്റ്റ് സെയിം കാറ്റഗറീസ് ആയിരുന്നു. പിന്നെ ഇത് ഹംദാനിന് വേണ്ടി മാത്രം ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായതുകൊണ്ട് അതിൽ ഇഷ്ടംപോലെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവലുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കും. സ്കൂളിലൂടെയാണ് എനിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടിയത്. പിന്നെ സ്കൂളിൻ്റെ പുറത്തുള്ള ഈ volunteers.ae പോലത്തെ വോളണ്ടിയർ സർവീസ് ഓർഗനൈസേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് ഈ UAEൻ്റെ ഒരു ഒഫീഷ്യൽ വോളണ്ടിയറിംഗ് വെബ്സൈറ്റ് ആണ് volunteers.ae. അപ്പോൾ അതിൽ നമുക്ക് വോളണ്ടിയർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റീസ് ചൂസ് ചെയ്തിട്ട് ആ വോളണ്ടിയറിംഗ് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വോളണ്ടിയറിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റും ലെറ്ററും ഒക്കെ ആ വെബ്സൈറ്റിൽ തന്നെ അവർ തരും. എന്തായിരുന്നു ആ വോളണ്ടിയറിംഗ് ആയിട്ട് മോൾ ചെയ്തത്? ഞാൻ ചെയ്തത് കുറേ ബുക്ക് ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടിസം ക്യാമ്പിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ടി പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽക്കഹോൾ, ക്യാൻസർ അവയർനെസ് പ്രോഗ്രാംസ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ അറബിക് സോങ്സും പിന്നെ സ്പീച്ചും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്യാമ്പയിൻസും അവയർനെസ് പ്രോഗ്രാംസ്, പിന്നെ എമിറാത്തി വുമൻസ് ഡേ സെലിബ്രേഷൻ അങ്ങനത്തെ സ്ഥലത്ത് വോളണ്ടിയറിങ്ങും പിന്നെ ഡൊണേഷനും റീസൈക്ലിങ്ങും ക്ലീനപ്പ്, ബീച്ച് ക്ലീനപ്സും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ സംസാരിച്ചിടയ്ക്ക് മോള് പറയുകയുണ്ടായി അറബിക് സോങ്സ് എന്ന് പറഞ്ഞു. ശരിക്കും മോള് സിംഗ് ചെയ്യും അല്ലേ? അതെ അതെ, ഞാൻ പാടാം. 2 ലൈൻ അറബിക് സോങ് ഒന്ന് പാടാവോ? ജസ്റ്റ്. ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഇൻഷാ അല്ലാ എന്നാണ് പേര്, മഹർസൈൻ്റെ. قول يا الله ده انك مش بعيد ما تشيلش هم ولا تشعر بضيق. قول يا الله احكي لي يا قلبي عشان اتوب، امحي الذنوب واهدي للطريق، نور للطريق نور للطريق نور للطريق. إن شاء الله إن شاء الله إن شاء الله هتلاقي الطريق. إن شاء الله إن شاء الله إن شاء الله هتلاقي الطريق. സൂപ്പർ.
ശരിക്കും മോൾ എങ്ങനെയാ ഈ അറബിക് സോങ്ങിലേക്ക് എത്തിപ്പെട്ടു? അറബിക് ഓക്കെ, ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് അറബിക് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കമ്പൽസറിയാണ്. അപ്പോൾ എനിക്ക് അറബിക് ലെസൺസിൽ കുറച്ചധികം താല്പര്യം ഉണ്ടായിരുന്നു ബാക്കിയുള്ള കുട്ടികളെക്കാട്ടിയും. എനിക്ക് അറബിക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, പിന്നെ ആ ലാംഗ്വേജ് എനിക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അറബിക് ടീച്ചേഴ്സ് ചിലർ സജസ്റ്റ് ചെയ്തു ഈ അറബിക് കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്, നഷീദ്, റെസിറ്റേഷൻ, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അറബിക് സിംഗിങ്ങിലോട്ട് എത്തിയത്. എനിക്ക് അറബിക് പ്രൊണൗൺസിയേഷൻസ് ഒക്കെ പെട്ടെന്ന് ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റും, പിന്നെ വേറെ കുട്ടികളെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ആണ് അറബിക്. അതാണ് ഒരു വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. അതെ. അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? അതിനുള്ളത് ഈ കൊറോണ ടൈമിൽ എസ്പെഷ്യലി എനിക്ക് ഒരു ഐഡിയ പോലെ തോന്നിയതാ, ഈ എസ്പെഷ്യലി ഇന്ത്യൻ കുട്ടികൾക്ക് അറബിക് ലാംഗ്വേജ് കുറച്ചൊരു ഡിഫിക്കൾട്ട് സബ്ജക്റ്റാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ പഠിക്കാനായാലും, പിന്നെ കുറേ പേർക്കൊക്കെ ബേസിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അവർക്ക് ഈ നോർമൽ സ്പീക്കിംഗ് ആയാലും അതിൻ്റെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിമ്പിൾ ആൻഡ് ഈസി ടു ആക്സസ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ബേസ് മനസ്സിലാവും, പിന്നെ വൊക്കാബുലറി, പിന്നെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ പഠിക്കാൻ എളുപ്പമാവും. അപ്പോൾ അങ്ങനെയാണ് ആ ഐഡിയയിൽ എത്തിയത്. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് അലിഫ് ഫോർ അറബിക് എന്നാണ്. അലിഫ് ഫോർ അറബിക്. അപ്പോൾ അതിൽ ബേസിക്സ് ഈ വലിയവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തത്. ഭാഷ പഠിക്കണം, അറബിക് ഭാഷ പഠിക്കണമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് ഈ നമ്മുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ലെസൺ കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പം ഏത് പ്രായക്കാർക്കും അതിലേക്ക് ആക്സസ് ചെയ്തിട്ട് ആ ഭാഷ പഠിക്കുക എന്നുള്ളൊരു ഭാഷ, അതും അറബിക്ക് ഏറ്റവും അത്യാവശ്യമായ ഇതാണ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അപ്പം അത് എത്ര വർഷമായി മോളത്? കൊറോണ കാലത്ത് സ്റ്റാർട്ട് ചെയ്തു? അത് കൊറോണ കാലത്താണ് സ്റ്റാർട്ട് ചെയ്തത്, അന്നാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പോഴും റണ്ണിങ് ആണ്. അത് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അറബിക് സ്പീക്കിംഗ് വേറെയാണല്ലോ ലിറ്ററേച്ചർ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സെന്റൻസസ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാനാണ് ചെയ്തത്. വീഡിയോ റെക്കോർഡിങ്, വോയിസ് ഓവർ, പിന്നെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ. പിന്നെ ഷെയ്ഖ് ഹംദാൻ അവാർഡ് ഒരു പ്രാവശ്യം കിട്ടി, 2 പ്രാവശ്യം കിട്ടി, ഇപ്പം ലേറ്റസ്റ്റ് വീണ്ടും കിട്ടി. അപ്പം ഈ അവാർഡുകൾ കിട്ടുമ്പോൾ ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അവിടെ എത്താൻ പറ്റുന്നത്. അത് ശരിയാണ്, മോള് പറഞ്ഞതുപോലെ മോളുടെ ടീച്ചേഴ്സിൻ്റെ, അതിൽ പാരൻസിൻ്റെ, ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട്. പിന്നെ അല്ലാതെ മോൾക്ക് 2 അവാർഡ് കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? അത് ഷാർജ അവാർഡാണ് ഫോർ എക്സലൻസ്. അത് 2 തവണയാണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ 5 നാഷണൽ അവാർഡ്സ് ആയി. UAE-ന്ന് 5 നാഷണൽ അവാർഡ്സ്. അതുപോലെ തന്നെ മോദിജിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിയെന്ന് അറിഞ്ഞു. അതെ. അപ്പോൾ എൻ്റെ സ്കൂൾ ക്ലസ്റ്റർ ഉണ്ട്, ജെംസ് ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളുടെ ആറൂൺ മില്ലേനിയം ക്ലസ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ ഈ ക്ലസ്റ്ററിന് അവരൊരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യും മോദിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഈ പ്രിൻസിപ്പൽസ് എല്ലാവരും കൂടി 1 സ്റ്റുഡൻറ്റിനെ അയക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ അച്ചീവ്മെൻറ്റ്സും പിന്നെ എല്ലാം കമ്പയർ ചെയ്തിട്ട്, അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്കാണ്. അപ്പോൾ ഇവിടെ അഹ്ലൻ മോദി എന്ന് പറഞ്ഞ പ്രോഗ്രാമിനായിരുന്നു പ്രൈം മിനിസ്റ്റർ വന്നത്. അപ്പോൾ UAE-നെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ എക്സെപ്ഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടിയതാണ്. പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, അതായത് ഓരോ അച്ചീവ്മെൻറ്റ് ചെയ്യുമ്പോഴും അടുത്ത് എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടോ? അതോ അങ്ങനെ എല്ലാ തവണയും ഉണ്ട്. എപ്പോഴും ഞാൻ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതെ എൻ്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് അതിനെക്കാട്ടിയും ബെറ്റർ ആവണമെന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഓരോ ടാലൻറ്റിലുള്ള ലെവലും അതിൽ നിന്ന് അപ്സ്കിൽ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ അവാർഡാണെങ്കിൽ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു മീഡിയം ലെവലിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അഡ്വാൻസ് ലെവലിലോട്ട് എത്താൻ സാധിച്ചെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഓരോ തവണയും എന്നെ തന്നെ വെച്ചിട്ട് എനിക്ക് ഒരു ഹയർ ബെഞ്ച് മാർക്ക് വെക്കാൻ ട്രൈ ചെയ്യും. എന്തിനു വേണ്ടിയായിരുന്നു യുഎസിലേക്ക് പോയത്? US-ലോട്ട് പോയത് എൻ്റെ ഒരു ഇൻ്റർനാഷണൽ റൗണ്ടിന് വേണ്ടിയിട്ടാണ്. അത് റോബോട്ടിക്സ് കോമ്പറ്റീഷനാണ്. അതിൻ്റെ പേര് ഫസ്റ്റ് ലെഗോ ലീഗ്. അപ്പോൾ അതിൽ ബേസിക്കലി നമുക്ക് റോബോട്ടിക്സ് ഉണ്ട്, സ്റ്റെം ഉണ്ട്. ലെഗോ വെച്ചിട്ട് നമ്മൾ ഒരു റോബോട്ടിന് ബിൽഡ് ചെയ്തിട്ട് അതിലൊരു ചാലഞ്ച് ചെയ്യാനാണ്
കോമ്പറ്റീഷൻ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് റീജിയണൽ റൗണ്ടിൽ ഞങ്ങളുടെ ടീമിന്, ഞാൻ ടീം ലീഡർ ആയ സമയത്ത് എൻ്റെ ടീമിന് ഫസ്റ്റ് പ്ലേസ് കിട്ടി ആ റോബോട്ട് ഗെയിമിൽ. പിന്നെ നാഷണൽ ലെവലിലും ഞങ്ങൾക്ക് ഫസ്റ്റ് പ്ലേസ് കിട്ടി. പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ എന്താ പറയുക, മാസച്യൂസെറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, US-ൽ. അപ്പോൾ ആ ഇൻ്റർനാഷണൽ റൗണ്ടിന് ഞങ്ങൾ ഈ ലോകത്ത് 7th place ആണ് എത്തിയത്. ചെറുതല്ല, ലോകത്ത് 7th place. അപ്പം ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുമ്പോഴും ഇപ്പം +2 കഴിഞ്ഞ് എൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പം മോൾക്ക് എന്താകണം എന്നാണ് ആഗ്രഹം? അപ്പം ഓൾമോസ്റ്റ് ഇപ്പം മനസ്സിലൊരു തീരുമാനം ഉണ്ടാവുമല്ലോ, എനിക്ക് ഇന്നത് പഠിക്കണം, ഇന്നതിലോട്ട് എത്തണം, എനിക്ക് അങ്ങനെയാണെങ്കിൽ മോൾക്ക് എന്താണ് ഇപ്പോഴത്തെ ആഗ്രഹം? എനിക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഈ സാധാരണ ആൾക്കാരെ പോലെ അല്ലാതെ എനിക്ക് കുറേ ജോബ്സ് ഒരേ സമയം ചെയ്യാനാണ് ഇഷ്ടം. കുറേ സാധനങ്ങൾ ഈക്വലി മാനേജ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ട്രോങ് ടാലൻ്റ് ആണ് സിംഗിങ്. അപ്പോൾ അതിൽ എനിക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പിന്നെ അക്കാഡമിക്സ് ആണെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് ആഗ്രഹം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് പോകാൻ, റോബോട്ടിക്സ്, AI-ൽ. അപ്പോൾ ആ ഫീൽഡിലോട്ട് പോകാൻ, പിന്നെ കൂടെ സിംഗിങ്ങും. AI എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഏറ്റവും ചാൻസസ് ഉള്ള ഒരു മേഖലയാണ് അല്ലേ? അപ്പം മോള് അത് തന്നെ ആയിരിക്കണം മോളുടെ ഒരു ലക്ഷ്യത്തിലുള്ളത് അല്ലേ? അപ്പം അറബിക് സിംഗിങ് മാത്രമാണ് ഇത് ചെയ്യുന്നത്, അതോ മലയാളം അല്ലെങ്കിൽ വെസ്റ്റേൺ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ടോ? ഞാൻ ആദ്യം പാടാൻ തുടങ്ങിയത് വെസ്റ്റേൺ സോങ്സ് ആണ്, ഇംഗ്ലീഷിൽ. പിന്നെ മലയാളം കുറച്ച് പാടും, പക്ഷേ കൂടുതൽ ഇംഗ്ലീഷും അറബിക്കും. എന്നാൽ ഒരു ഇംഗ്ലീഷ് സോങ് കൂടെ ആയിക്കോട്ടെ. ഇംഗ്ലീഷ് സോങ്. Birds flying high, you know how I feel. Sun in the sky, you know how I feel. Breeze drifting on by, you know how I feel. It's a new dawn, it's a new day, it's a new life for me, and I'm feeling good. സൂപ്പർ. ഓക്കെ, പിന്നെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വന്നു പാട്ടിലേക്ക് എത്തുന്നു. പൊതുവേ നമ്മളിപ്പം പഠിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആരാണ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് മോൾ ഇതുവരെ വന്ന ലെവൽ വെച്ചിട്ട് ഉപദേശമല്ല, എങ്ങനെ ആയിരിക്കണം നമുക്ക് ഓരോന്നിനും അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇപ്പം അവാർഡിന് വേണ്ടി ഇത് ചെയ്യുമ്പോഴും എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ അക്കാഡമിക്സും എക്സ്ട്രാ കരിക്കുലേഴ്സും, നമ്മൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഈക്വലി ബാലൻസ് ചെയ്യാൻ നോക്കണം. ടൈം മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചാൻസ് കിട്ടിയാലും അത് എന്താ പറയുക, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എപ്പോഴും കോൺഫിഡൻസോടെ മുന്നോട്ട് പോകണം. പിന്നെ ഒരിക്കലും മറ്റുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ തന്നെ ഒരു താത്തുന്ന രീതിയിലൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മളെ വെച്ച് തന്നെ കമ്പയർ ചെയ്ത് ബെറ്റർ ആവാനാണ് ഞാൻ പറയാം. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ ഇപ്പോഴും അതന്നെ. പിന്നെ അക്കാഡമിക്സിൻ്റെ കൂടെ എല്ലാ കോമ്പറ്റീഷൻസിനും പോവും, സ്പീക്കിങ്ങിനായാലും പിന്നെ സ്കൂൾ ഇവൻറ്റ്സിൽ പങ്കെടുക്കും. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇൻവോൾവ് ആയിട്ട്. പിന്നെ നമ്മളിപ്പം അറബിക് പാട്ട് പാടി, ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി, സ്വാഭാവികമായിട്ടും ആസ് എ മലയാളി ഇപ്പം വിചാരിക്കും ഈ കൊച്ചു എന്താ ഈ ഇംഗ്ലീഷും അറബൊക്കെ പാടി, നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ ഒരു പാട്ട് പാടിയില്ലല്ലോ. അപ്പം ഒരു മലയാളത്തെ പാട്ടിൻ്റെ 2 ലൈൻ. എൻ്റെ കണ്ണിൽ നിനക്കായി ഒരുക്കിയ സ്വപ്നങ്ങൾ കാണേണ്ട നീ
സൂപ്പർ. താങ്ക് യു. കൺഗ്രാജുലേഷൻ. ഇത് ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ പാട്ട് പാടി. അപ്പം അറബിക്കിൻ്റെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അപ്പം ഈ വെബ്സൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു അതുകൂടെ പറയും? അത് ഈ വെബ്സൈറ്റ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തത് ഞങ്ങളൊരു സെറമണി പോലെ ഇതിലാണ്. അപ്പോൾ ഞങ്ങൾ ഹിസൈന ഷേഖ് സാലം കാശ്മി ഓഫീസത്തെ ചെയർമാനെ വിളിച്ചിരുന്നു ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുറേ ഓഫീസത്തെ മെമ്പേഴ്സും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ മെമ്മറി അല്ലേ. ഷീക്ക് വന്ന് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഇനാഗുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അമേസിങ്. പിന്നെ താങ്ക് യു. പിന്നെ അടുത്തൊരു ചോദിക്കുകയാണെങ്കിൽ, നമ്മളുടെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ അറിയണമായിരുന്നു. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ എൻ്റെ സ്കൂളിൽ ജെംസ് മിലേനിയം സ്കൂളിൽ ഇന്നോവേഷൻ ലീഡറാണ്. അപ്പോൾ അമ്മ കമ്പ്യൂട്ടറാണ് പഠിച്ചത്, IT. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഈ ഫീൽഡിലൊക്കെ. അമ്മ ടീച്ചറാണ്. പിന്നെ നന്നായി ഗൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ. ഗ്രാൻഡ്മയോ? അമ്മമ്മയും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അവർ ചെറുപ്പം തൊട്ടേ എൻ്റെ ടാലൻസ് കണ്ടുപിടിച്ചതും ഡെവലപ്പ് ചെയ്തതും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതും എല്ലാം അമ്മയാണ്. എൻ്റെ അനിയനും. അച്ഛൻ അഗ്രികൾച്ചർ എഞ്ചിനീയർ ആണ്. ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഗ്രേറ്റ്. ശരിക്കും അമ്മയെക്കുറിച്ച് പറഞ്ഞു, അച്ഛനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അമ്മമ്മയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഗ്രാൻഡ് പാ എന്ത് ചെയ്യുന്നു? ഗ്രാൻഡ് ഫാദർ ഇവിടെ ഓയിൽ ടാങ്ക് കൺസ്ട്രക്ഷൻ അങ്ങനത്തെ ബിസിനസ്സിലാണ്. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഇവിടെ UAE ഓൾമോസ്റ്റ് 45 years ആയി. അമ്മയും ഇവിടെയാണ് പഠിച്ചതൊക്കെ 10th വരെ. അതെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ UAE ഇങ്ങനെ സെറ്റിൽഡ് ആവാൻ കാരണം. അപ്പം മോള് ഇനി കണ്ടിന്യൂ എഡ്യൂക്കേഷനും ഇവിടെ തന്നെയാണ് അല്ലേ? സ്കൂളിൽ തന്നെ മോള് സ്കൂൾ ലീഡർ ആയിരുന്നു അല്ലേ? അതെ. ഗ്രേഡ് 12 ഈ കൊല്ലം ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത ഇയർ ഞാൻ എൻ്റെ സ്കൂളിലത്തെ ഹെഡ് ഗേൾ ആയിരുന്നു. അതിന് മുന്നത്തെ കൊല്ലം ഡെപ്യൂട്ടി ഹെഡ് ഗേൾ ആയിരുന്നു. പിന്നെ 9th ഗ്രേഡിൽ പ്രിഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സ്കൂൾ ലീഡർഷിപ്പ് റോൾസ് കിട്ടുന്നുണ്ട്. അത് മോളുടെ, അതായത് മോൾ ശരിക്കും അക്കാഡമിക്കലും അത് മാത്രമല്ല ടോട്ടലി ഒരു ലീഡിങ് ഗേൾ തന്നെയാണ്. അപ്പം സ്വാഭാവികമാണ് നമ്മൾ എവിടെ ചെന്നാലും നോക്കാൻ അതിൻ്റെതായ ഒരു ഇത് കിട്ടും. എന്ന് പറഞ്ഞാൽ കഴിവുള്ളവരെ എപ്പോഴും അംഗീകരിക്കപ്പെടുമെന്നാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോഴൊക്കെ കൗതുകത്തോടെ നമ്മളെ നോക്കി ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ ആളിനെ കൂടെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വന്നാലും ഇന്നോവേഷൻ ഒക്കെ ആയിട്ട് വളരെ കൗതുകത്തോടെ ഞങ്ങളോടൊപ്പം നോക്കി ഇരിക്കുകയാണ്. മോൻ്റെ പേരെന്താണ്? ആദിദേവ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 6ാം ക്ലാസ്സിൽ. തീർച്ചയായിട്ടും മോനും അപ്പോൾ ചേച്ചി കിട്ടിയാൽ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. ട്രൈ ചെയ്യണം. വെരി ഗുഡ്. അപ്പം മോനും ഇതുപോലെ ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ വരും. അവാർഡ് കിട്ടുക, നന്നായി പെർഫോം ചെയ്യുക, നല്ല പഠിക്കുക. ഐ തിങ്ക് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇംഗ്ലീഷ്, യു നോ. സോ വാട്ട് ഈസ് യുവർ ആംബിഷൻ? വാട്ട് ഈസ് യുവർ ഗോയിങ് ടു പ്ലാൻ ഫോർ യുവർ ഫ്യൂച്ചർ? I'm planning on working in the AI field because I know like in the future AI is going to have a big impact on the earth and everything. So yeah, that's why. Okay. Who is your best? Who is your best? My sister. Okay. Tell me about how you try for that award. So I have joined in many innovation competitions such as like First Lego League, GIC, like those type of competitions. Actually in FLL, I have actually reached the national level and almost won there. Oh, great. Anyway, congratulations. Okay? Thank you. Okay, keep it up and you will be going to big achievement. Okay, thank you. So, ഏതായാലും നമ്മളോടൊപ്പം ഈ 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അനുപമ 3 പ്രാവശ്യമാണ് ഷെയ്ഖ് ഹംദാൻ അവാർഡ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 അവാർഡും മോൾക്ക് കിട്ടി. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു മോളെ. താങ്ക് യു. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.